കൊടുക്കില്ല. ഹലോ സ്കൂട്ടർ. ഹായ് സുഹൃത്തുക്കളെ, 100 രൂപക്ക് മീൻ വാങ്ങിയപ്പോ കിട്ടിയിട്ടുള്ള സ്കൂട്ടറാണ് ഇട്ടത്. കൊടുത്തതാന്ന് അറിയോ, നമ്മള് പള്ളിക്കരയിലെ റഫീഖ് ഭായി ആണ് കേട്ടോ. അപ്പോ ഇത് മാത്രല്ല, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, 10 ഐറ്റംസ് ഉണ്ട്. കൂപ്പൺ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? കൂപ്പൺ കിട്ടാൻ വേണ്ടിട്ട് 100 രൂപയ്ക്ക് പച്ചക്കറിയോ മീനോ ഫ്രൂട്ട്സോ വാങ്ങിയാൽ ഒരു കൂപ്പൺ കിട്ടും. ഒരു കൂപ്പൺ. സമ്മാനം ഏതാണ്? ബൈക്ക് സ്കൂട്ടർ. ഒന്നാം സമ്മാനം മാക്രോണിന്റെ തന്നെ, ലോകത്തെ പ്രസിദ്ധമായ മാക്രോണിന്റെ ഒരു ഇലക്ട്രോണിക് ബൈക്ക്. പിന്നെ രണ്ടാം സമ്മാനം ഫ്രിഡ്ജ്, രണ്ടാം സമ്മാനം കെൽവിനേറ്ററിന്റെ ഫ്രിഡ്ജ്, മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ. മാത്രല്ല 11 സമ്മാനം അല്ലെ? 11 സമ്മാനങ്ങളിൽ 100 പേർക്കാണ് പ്രോത്സാഹന സമ്മാനം. 100 പേർക്ക് പ്രോത്സാഹനം. അപ്പൊ അതിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ നറുക്കെടുപ്പ് ഡയറക്റ്റ് കാണട്ടോ. നമുക്ക് നേരിട്ട് നറുക്കെടുപ്പ് കാണാം. ആർക്കാണ് സമ്മാനം കിട്ടുന്നതൊക്കെ ഇന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി അല്ലേ? നറുക്കെടുപ്പാണ്. ഒന്നാം സമ്മാനം ലഭിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് എല്ലാവരും എടുത്തിരിക്കുന്ന ഭാഗ്യ നമ്പർ, ആ മഹാ ബമ്പർ വിജയി ആരാണെന്ന് നമുക്ക് ഇതാ പ്രഖ്യാപിക്കുകയാണ്. ആ ബമ്പർ വിജയിക്ക് ആദ്യമായി തന്നെ ഞങ്ങൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആ നമ്പർ വായിക്കപ്പെടുകയാണ്. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മെഗാ ബമ്പർ സ്കൂട്ടി, ഇലക്ട്രോണിക് സ്കൂട്ടി ലഭിച്ചിരിക്കുന്നത് 94050290. ആ മഹാവിജയി സ്ഥലത്തുണ്ടെങ്കിൽ ഉടനെ തന്നെ കടന്നു വന്ന് ആ സമ്മാനം സ്വീകരിക്കണമെന്ന് പ്രസിദ്ധമായ കമ്പനിയായ മാക്രോൺ കമ്പനിയുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പുറക്കാട് നാസിർ കാക്കാണ്. ആ നാസിർക്കയെ നിങ്ങൾ അഭിവാദനങ്ങളോടെ സ്വീകരിക്കുക. നിറഞ്ഞ കയ്യടി നൽകിക്കൊണ്ട് താക്കോൽ കൈമാറുന്നത് ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായ കണ്ടോത്ത് റഫീഖും അതുപോലെ മണിയൂറും എല്ലാവരും ചേർന്ന്, കുടുംബാംഗങ്ങളും ഈ കടയുടമകളും തൊഴിലാളികളും എല്ലാം ചേർന്ന് നൽകുന്ന ആഭാരമായ ഈ അപൂർവ നിമിഷത്തിന് നമ്മൾ സാക്ഷികളാവുകയാണ്. നാസിർക്കാക്ക് പള്ളിക്കര ഫ്രഷ് മീറ്റ് ആൻഡ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് കടയുടെ ഉടമകളുടെ നാട്ടുകാരുടെ അഭിവാദനങ്ങൾ. ഈ നാട്ടിൽ മാത്രമല്ല, നമ്മുടെ ഇതര പ്രദേശത്ത് പോലും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു കച്ചവട സ്ഥാപനമായി മാറിയിരിക്കുന്നു ഇന്ന് ഫ്രഷ് മീൻ കട, അതുപോലെ തന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സ്. അതെ. അതായത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വലിയൊരു മെച്ചം അത് ഉപഭോക്താക്കൾക്കാണ്.